ഞാൻ എജി ബഷീർ, AGB ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ കുറേ വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കമൻസിൽ ഇട്ടവർക്കൊക്കെ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരാൻ കാരണം സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഒന്നാമതായിട്ട് പെൻഷന് പുതുതായി അപേക്ഷിക്കുന്ന ആളുകൾ അവർ പ്രത്യേകം നോട്ട് ചെയ്യുക. ചിലതൊക്കെ റിജക്റ്റ് ആവുന്നുണ്ട്, ചില അപേക്ഷകൾ റിജക്റ്റായി വരികയും പിന്നീട് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അക്കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അറ്റസ്റ്റേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ പേരെഴുതി ഒപ്പിട്ടാൽ മതി. വേറെ ഗസ്റ്റഡ് ഓഫീസറോ മറ്റാരുടെ ആവശ്യവുമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ തന്നെ പേരെഴുതി ഒപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് പ്രവാസി പെൻഷന് വേണ്ടി അംശാദായം അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഇത് പറയാനാണ് ഇന്ന് പ്രത്യേകം വീഡിയോയിലേക്ക് വന്നത് തന്നെ. കാരണം ചിലർ പ്രവാസി പെൻഷന് അർഹത നേടും. ഈ അർഹത നേടുക എന്ന് പറഞ്ഞാൽ പ്രവാസി പെൻഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഇങ്ങനെ അർഹത നേടുന്നത് 60 വയസ്സ് പൂർത്തിയാവുക, അതോടൊപ്പം തന്നെ അംശാദായം 5 വർഷം അടക്കുക എന്നുള്ളതാണ് അർഹത നേടുന്നതിനുള്ള മാനദണ്ഡം. ഇങ്ങനെ അർഹത നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അർഹത നേടുക എന്ന് പറഞ്ഞാൽ ഒരാൾ 55 വയസ്സിൽ അംശാദായം അടച്ചാൽ 60 വയസ്സിൽ ആകുമ്പോഴേക്ക് അയാൾക്ക് 5 വർഷം പൂർത്തിയായി, അംശാദായം പൂർത്തിയായി. അതുപോലെ 60 വയസ്സും പൂർത്തിയായി. നേരത്തെ 40 വയസ്സാണെങ്കിൽ അയാൾ അംശാദായം 20 വർഷം അടക്കേണ്ടി വരും. 60 വയസ്സാകുമ്പോൾ അയാൾക്ക് പെൻഷൻ കിട്ടും. ആനുപാതികമായ വർധനവോട് കൂടിയുള്ള പെൻഷനാണ് ഉണ്ടാവുക. ഇങ്ങനെ ഞാൻ പറഞ്ഞ മിനിമം മാനദണ്ഡം നേടിക്കഴിഞ്ഞാൽ 2 വർഷത്തിനകം ക്ലെയിം ചെയ്യണം. നമ്മൾ പ്രവാസി പെൻഷൻ അപേക്ഷിച്ച് നേടിയെടുക്കണം. ഇതിൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം അവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഞാൻ ഓർക്കയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 100 കണക്കിന് ആളുകൾ ഇത്തരത്തിൽ അവരുടേതായ അലസത കൊണ്ട്, ഇല്ലെങ്കിൽ അവർ പിന്നെ ആക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ മാറ്റിവെച്ച് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിക്കൊണ്ട് ആ പെൻഷനെ അപേക്ഷിക്കാൻ പറ്റുന്നില്ല, പെൻഷൻ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകം എല്ലാവരും പെൻഷന് വേണ്ടി ഇപ്പം അംശാദായം അടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഗൾഫിലാണെങ്കിൽ ഇപ്പം നാട്ടിലെ സേവിങ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ NRE അക്കൗണ്ട് ഇല്ല, അതേ ബാങ്കിൽ പറഞ്ഞാൽ NRO അക്കൗണ്ട് തരും അവർ. ആ NRO അക്കൗണ്ട് ഓപ്പൺ ആക്കിക്കൊണ്ട് നാട്ടിൽ നിന്നുള്ള ട്രാൻസാക്ഷൻസ് ആ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ NRO അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് പെൻഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പെൻഷൻ വന്ന് ഗൾഫിലാണെങ്കിലും പെൻഷൻ ലഭിക്കും. അങ്ങനെ ചിലർക്ക് സംശയമുണ്ട്, നാട്ടിലുള്ളവർക്കല്ലേ പെൻഷൻ എന്ന്. അങ്ങനെയല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പ്രവാസി ഗൾഫിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും പെൻഷൻ അർഹതയുണ്ട്, അവർക്കും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അവർ NRO അക്കൗണ്ട് കൊടുത്താൽ മതി. NRO അക്കൗണ്ടിലേക്ക് നമ്മുടെ പ്രവാസി പെൻഷൻ തുക വന്നുകൊണ്ടിരിക്കും. അത് മാസാമാസം കൃത്യമായിട്ട് 10-ാം തീയതി 12-ാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആനുപാതികമായിട്ട് കൂടുതൽ അടച്ചവർക്ക് കൂടുതൽ തുക അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ചിലരുടെ സംശയം പേരിലെ വ്യത്യാസമാണ്. ചിലരുടെ പാസ്പോർട്ടിലെ പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം വന്നാൽ അവർ 1 and same സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. 1 and same ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗസ്റ്റഡ് ഓഫീസർ മാത്രം ഒപ്പിട്ടാൽ മതി. അത് വില്ലേജ് ഓഫീസിൽ പോകേണ്ടതില്ല. 1 and same സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്കിൽ നമ്മൾ കൊടുത്ത പേരും അതുപോലെ നമ്മുടെ പാസ്പോർട്ടിലുള്ള പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാവുന്നുണ്ട്. അത് പ്രത്യേകം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കൂടുതൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുടെ കമൻസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ ചെയ്ത കുറേ വീഡിയോകളുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടി താഴെ ഇടുന്നുണ്ട്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷിക്കുന്നു, പെൻഷനായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇനി വേറെ തന്നെ തുടർന്ന് നമ്മുടെ വീഡിയോ കാണുക. തുടർന്നും പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റ് പുതിയ അറിയിപ്പുകൾ എന്തെങ്കിലും വരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടാവുന്നതാണ്. ഏതായാലും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.